ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിന് എന്നും എപ്പോഴും മഹത്വമുണ്ടാകട്ടെ. വളരെ സുപ്രധാനമായൊരു പഠന പരമ്പര. നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ദൈവവചനം, റോമർക്ക് എഴുതിയ ലേഖനം. ആ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള പഠനത്തിൽ 38-ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 38-ാമത്തെ അവതരണം. അപ്പോസ്തലനായ പൗലോസാണ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവവചനം ജീവന് ചൈതന്യമുള്ളതാണ്. ഇതൊരു പഴയ കാലത്ത് എഴുതപ്പെട്ടൊരു പുസ്തകമല്ല. ജീവന് ചൈതന്യമുള്ളതും എന്നും നമ്മോട് ഇടപെടുന്നതുമാണ്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ആലോചനകളും കാര്യങ്ങളും വസ്തുതകളും എല്ലാം വെളിപ്പെടുകയാണ്. നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ന്യായവിധി എന്ന വിഷയമാണ്. അനേകം ആൾക്കാർക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് യാതൊരു ചിന്ത പോലുമില്ല. ഒരു ദിവസം നാം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ പോയി നിൽക്കേണ്ടി വരും. ഭൂമിയിൽ നമ്മുടെ ജീവിതം ജീവിച്ച ജീവിതം, നമ്മുടെ എല്ലാ കാര്യങ്ങളും ന്യായം വിധിക്കപ്പെടും, വിസ്തരിക്കപ്പെടും, പരിശോധിക്കപ്പെടും. നാം അതിന് ഒരുങ്ങിയിട്ടുണ്ടോ? ഇതാണ് ആദ്യത്തെ 16 വാക്യങ്ങൾ, റോമലേഖനം 2-ാം അധ്യായം 38-ാമത്തെ അവതരണത്തിൽ നാം നിൽക്കുമ്പോൾ നാം തുറന്നുകൊണ്ടിരിക്കുന്നത് ന്യായവിധിയുടെ വിവിധ തത്വങ്ങൾ, അടിസ്ഥാന തത്വങ്ങളാണ്. ഒരു കാര്യം പൗലോസ് ആരംഭത്തിൽ തന്നെ പറഞ്ഞു: മറ്റുള്ളവരെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന മനുഷ്യർ ദൈവത്തിൻ്റെ ന്യായവിധി നേരിടും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനും വിമർശിക്കാനും വിധിക്കുവാനും നമുക്ക് അധികാരമില്ല. അങ്ങനെ ചെയ്യുന്നവരും ദൈവത്തിൻ്റെ ന്യായവിധി നേരിടും. വ്യക്തിപരമായ അപരാധങ്ങൾക്ക് നാം ന്യായവിധി നേരിടും. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അടിസ്ഥാനം സത്യമാണ്, സത്യാനുസരണമാണ് ദൈവന്യായവിധി. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അനുഭവത്തിൽ നിന്ന് ഫലത്തിൽ നിന്ന് ആർക്കും ഒഴിവാകാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ ദൈവം പ്രത്യേകമായി പരിഗണിക്കുന്നത് ദൈവം നമുക്ക് നീട്ടിത്തന്ന ദയയും കരുണയും നാം എത്രത്തോളം അവഗണിച്ചു, സ്വീകരിച്ചു, ഉപയോഗിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കും ദൈവകൃപ പലപ്പോഴും നമുക്ക് നീട്ടിത്തന്നു. നമ്മളെ നശിപ്പിച്ച് കളയാതെ, നമ്മുടെ തെറ്റുകളെയും കുറ്റങ്ങളുടെയും ബലഹീനതകളുടെയും പിഴവുകളുടെയും സന്ദർഭത്തിൽ നമ്മളെ ദൈവം ഉടൻ തന്നെ ഭസ്മീകരിച്ച് കളയാതെ, തള്ളിയിട്ടാതെ ദൈവം നമുക്ക് തൻ്റെ കരം നീട്ടിത്തന്നു നാം മാനസാന്തരപ്പെടാനായിട്ട്. അതിന് നാം ഇങ്ങനെ കൈകാര്യം ചെയ്തു, എങ്ങനെ വിനിയോഗിച്ചു. ന്യായവിധി ദിവസത്തെങ്കിൽ അത് സുപ്രധാനമായ പരിഗണനയാണ്. 6-ാമതായി നമ്മൾ കൊണ്ട് ന്യായവിധി ഇപ്പോഴേ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടാതെ ഭാവിയിലും ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ന്യായവിധിയിൽ ദൈവം പ്രത്യേകമായി പശ്ചാത്താപമില്ലാത്ത ഹൃദയം, കഠിന ഹൃദയങ്ങൾ ദൈവം പ്രത്യേകമായിട്ടും വിധിക്കും. ദൈവത്തിൻ്റെ ഇടപാടുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഹൃദയം കഠിനപ്പെട്ടു പോകുന്ന അവസ്ഥ ദൈവം അതിനെ പ്രത്യേകമായി നേരിടും. ദൈവം സകല മനുഷ്യരും ന്യായവിധി, ദൈവത്തിൻ്റെ ന്യായവിധി സകല മനുഷ്യരുടെ മേലുണ്ട്. ഏത് ആത്മാവിനും, ഏത് പ്രാണനും, സകല മനുഷ്യരും, ആബാലവൃത്തം, അനേക വാക്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 9-ാമതായി നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെ ന്യായവിധി തർക്കമറ്റതാണ്. അതിനെക്കുറിച്ച് തർക്കിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ദൈവത്തിൻ്റെ ന്യായവിധി തർക്കമറ്റതാണ്. കൂടാതെ 10-ാമതായി നമ്മൾ ഇന്ന് കാണുന്നത് ദൈവത്തിൻ്റെ ന്യായവിധി ദൈവിക നീതിക്ക് അടിസ്ഥാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ നീതിയുടെയും ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യായവിധി സംഭവിക്കുന്നത്. റോമലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും: അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. ദൈവം നീതി വളരെ വ്യക്തമായി വെളിപ്പെടും. ദൈവത്തിനറിയാം നാം ചെയ്തത് എന്തുകൊണ്ട്, എന്തിന്, എന്തുദ്ദേശത്തിന്. ഇപ്പോൾ എല്ലാ മനുഷ്യരും ന്യായവിധിക്കപ്പെടുമ്പോൾ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായവിധിക്കപ്പെടും. റോമലേഖനത്തിൻ്റെ തന്നെ 14-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയുണ്ട്. റോമലേഖനം 14-ാം അധ്യായം: എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നതെന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ഇതെഴുതുന്ന പൗലോസ് ഉൾപ്പെടെ പറയുകയാണ്: എന്നാണ് എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു വാക്യം ഉദ്ധരിച്ചു. എല്ലാവരും ദൈവത്തിൻ്റെ ന്യായസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇത് അന്ത്യന്യായവിധിയെക്കുറിച്ചാണ്. ആ പശ്ചാത്തലത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. റോമലേഖനം 2-ാം അധ്യായം 7 മുതൽ 8 വാക്യങ്ങൾ നമ്മൾ കണ്ടു. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, സാഠ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. നിത്യമായ ന്യായവിധി, അന്ത്യന്യായവിധിയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വാക്യങ്ങളിൽ അവസാനം കർത്താവ് യേശു 2 വശത്തേക്ക് തിരിക്കും. ചെമ്മരിയാടുകളെയും കോലാടുകളെയും, മനുഷ്യവർഗത്തെ മുഴുവൻ വേർതിരിക്കും ന്യായവിധി സമയത്ത്. അപ്പോൾ വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞു. തുടർന്നുള്ള വേദഭാഗങ്ങളിൽ പൗലോസ് കൂടുതൽ അത് വിശദീകരിക്കും. അപ്പം ന്യായവിധി നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചാണ്. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാം നിറവേറ്റപ്പെടുന്ന പ്രവൃത്തികൾ, നമ്മുടെ നല്ല പ്രവൃത്തികൾ, വിശ്വാസികൾ നിറവേറ്റേണ്ട പ്രവൃത്തികളുടെ ഫലമല്ല രക്ഷ. നാം ചിലപ്പോൾ വ്യക്തമായതിനെക്കുറിച്ച് മറ്റു പല പാഠങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 11-ാമത്തെ ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങളുമുണ്ട്, ദുഃഖിക്കേണ്ട അവസ്ഥയുമുണ്ട്. അതാണ് 7 മുതൽ 10 വരെ നമ്മൾ കണ്ടത്. അനുഗ്രഹവും ദുഃഖത്തിൻ്റെ അവസ്ഥകളും.
ഒരു കൂട്ടർക്ക് ഇത് അനുഗ്രഹമാണ്, മറ്റു കൂട്ടർക്ക് വലിയ സങ്കടമുണ്ടാക്കുന്ന അവസ്ഥയാണ് ന്യായവിധിയെക്കുറിച്ച് കേൾക്കുമ്പോൾ, ന്യായവിധി അവർക്ക് നേരിടേണ്ടി വരുമ്പോൾ. പത്രോസ് എഴുതിയ ലേഖനം, പത്രോസ് എഴുതിയ 1 ലേഖനത്തിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളിൽ പത്രോസ് ഇപ്രകാരം എഴുതുകയുണ്ടായി. 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 16-17. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്രേ വേണ്ടത്. എന്നിട്ട് 17-ാം വാക്യം, ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? അപ്പോൾ 2 കൂട്ടരും ന്യായവിധിക്കപ്പെടും. ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ വിശുദ്ധ ജനവും ന്യായവിധിയിലൂടെ കടന്നു പോകും. അവർ ശിക്ഷിക്കപ്പെട്ട നിത്യനരകത്തിൽ വീഴില്ല, എങ്കിൽ അവർ ഭൂമിയിൽ ജീവിച്ച ജീവിതത്തെ ദൈവം പരിശോധിക്കും. തെസ്സലോനിക്കർക്കെതിരെ 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുമ്പോൾ 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം എൻ്റെ 5 മുതൽ ഇങ്ങനെ പറഞ്ഞു, അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കും ദൈവരായി നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും. എന്നിങ്ങനെ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്കടയാളമാകുന്നു. ദൈവത്തിൻ്റെ വിധി നീതിയുള്ളതാണ്. കർത്താവ് യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിയുടെ പ്രകടനമാണത്. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും, പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ, നീതിയുള്ള വിധിയാണ്. ഭൂമിയിലെ സകല മനുഷ്യരും സുവിശേഷത്തോട് എങ്ങനെ പ്രതികരിച്ചു, കർത്താവിൻ്റെ ശബ്ദത്തോട് എങ്ങനെ പ്രതികരിച്ചു, കർത്താവ് നീട്ടിയ കൈയോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് പരിശോധിക്കപ്പെടും. ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വം വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കപ്പെടും. അത് ശിക്ഷാവിധിയാണ്. അപ്പോൾ ശിക്ഷാവിധി സുവിശേഷം അനുസരിക്കാത്തവർക്ക്, ദൈവത്തെ അറിയാത്തവർക്ക് മേലുണ്ടാകും. അപ്പോൾ എന്താണ് അനുഗ്രഹം? ഞാൻ ഈ ദിവസത്തിൽ അനുഗ്രഹമായിട്ട് നമ്മൾ കണ്ടു. എന്താണ്? നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത കൊണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ. അതാണ് ഒരു അനുഗ്രഹം. പത്രോസിൻ്റെ ലേഖനത്തിൽ തന്നെ, പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 3 മുതൽ പത്രോസ് ഇപ്രകാരം പറയുകയുണ്ടായി. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അത് നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ശ്രദ്ധിക്കുക, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് കർത്താവ് യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവസാനം ദൈവസന്നിധിയിൽ നിന്ന് നിൽക്കുമ്പോൾ നാം ഭൂമിയിൽ കർത്താവിനോട് അനുഭവിച്ച കഷ്ടങ്ങളെല്ലാം കർത്താവിൻ്റെ മഹത്വത്തിനും ദൈവത്തിൻ്റെ പുകഴ്ചയ്ക്കും കർത്താവിൻ്റെ തേജസ്സിനും കാരണമായി തീർന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം 12 മുതൽ 13 വരെയും പൗലോസ് അപ്പോസ്തലൻ ഈ വിഷയത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഗലാത്യർക്കെതിരെ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 10 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് ഗലാത്യ സഭയോട് പറഞ്ഞത് ഇത് തന്നെയാണ്. ഗലാത്യർ 6-ാം അധ്യായം 7 മുതൽ 10 വരെ ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നതിനെ കൊയ്യും, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവ് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. തീത്തോസിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതുമ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി. തീത്തോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഇപ്രകാരമാണ്: അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവൃത്തികൾ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അധർമ്മത്തെ നമ്മളെ വീണ്ടെടുത്ത് എന്തിനാണ്? സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായി മാറണം. അതുകൊണ്ട് 3-ാം അധ്യായത്തിൻ്റെ 8-15 വാക്യത്തിലും തീത്തോസിൻ്റെ പുസ്തകത്തിൽ പറയും, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഉറപ്പിച്ച് പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. അതിൻ്റെ 15-ാം വാക്യത്തിൽ എന്നോട് കൂടെയുള്ള എല്ലാവരും നിനക്ക് വന്ദനം ചെയ്യുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ സ്നേഹിക്കുന്നവർക്ക് വന്ദനം ചെല്ലുക. അപ്പം നാം ചെയ്തു പോരേണ്ടത് സൽപ്രവർത്തികൾക്കായി നമ്മെ ദൈവം സൃഷ്ടിച്ചെന്ന് എഫേസ്യർ 2:10 കാണാം. അതേസമയത്ത് മറുവശം ദുഃഖിക്കേണ്ട സംഗതികൾ എന്താണ്? അവിടെ വ്യക്തമായിട്ട് പറയുന്നു, സത്യമനുസരിക്കാതെ സാഠ്യം പൂണ്ട് അനീതി രസിക്കുന്നവർക്ക് കോപവും ക്രോധവും കിട്ടും. സത്യമനുസരിക്കുന്നില്ല, അനീതി രസിക്കുന്നു, അവർ കിട്ടുന്ന കോപവും ക്രോധവുമാണ്. സ്വന്തം വഴികൾ,
സാഠ്യം കൊണ്ട് സ്വാർത്ഥ താല്പര്യത്തിൽ ജീവിക്കുന്നവർക്ക്, ഇതിന് സത്യം തള്ളിക്കളയുന്നവർക്ക് അവർക്ക് ക്രോധവും കോപവും ഉണ്ടാകും. മത്തായി 7-ാം അധ്യായത്തിൻ്റെ 21-23 ഞങ്ങൾ നിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിച്ച് കടന്നു വന്നവരോട് കർത്താവ് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. റോമലേഖനം 1:32 ഈ വക പ്രവർത്തിക്കുക മാത്രമല്ല ഈ തിന്മകൾ പ്രവർത്തിക്കുന്നതിൽ പ്രസാദിക്കൂടെ ചെയ്യുന്ന സമൂഹത്തെക്കുറിച്ച് റോമാലേഖനത്തിൽ നമ്മൾ ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞു. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന് 9-10 വാക്യങ്ങളിൽ കൊരിന്ത്യരുള്ളവർ പണ്ട് ഏതുതരം ജീവിതത്തിൽ ഉള്ളവരായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം വിട്ട് ക്രിസ്തുവിനാൽ ചേർക്കപ്പെട്ട് വിശുദ്ധീകരണം പ്രാപിച്ച് ശുദ്ധീകരണം കഴുകലും പ്രാപിച്ച് നീതീകരണം പ്രാപിച്ച ജനത്തെ കണ്ടു. ഗലാത്യലേഖനം 5:19-21 ജഡത്തിൻ്റെ പ്രവൃത്തികൾ അവർക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റില്ല. എഫേസ്യലേഖനം 5:5-6 വരെ, കൊലോസ്യർ 3:5-6 വാക്യങ്ങൾ. അപ്പോൾ 2 അവസ്ഥകൾ. ഒന്ന്, നിത്യജീവൻ ലഭിക്കുന്ന തരത്തിൽ സ്ഥിരതയോടുകൂടി സത്യമനുസരിച്ച് സ്ഥിരതയോടുകൂടി നല്ല പ്രവൃത്തികൾക്ക് വേണ്ടി ജീവിക്കുന്നൊരു സമൂഹം, അവർക്ക് ദൈവത്തോടൊപ്പമുള്ള സഹവാസമുണ്ടാകും. മറുവശത്ത് സാഠ്യം കൊണ്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സത്യത്തെ അനുസരിക്കാതെ അനീതിയിൽ രസിക്കുന്നൊരു കൂട്ടം. 12-ാമതായി ന്യായവിധി മുഖപക്ഷമില്ലാതെയാണ്. ന്യായവിധിക്ക് മുഖപക്ഷമില്ല. റോമർ 2:11 ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ദൈവം മുഖം നോക്കി പക്ഷം പിടിക്കില്ല. അത് പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യത്തിൽ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ വെച്ച് ഇപ്രകാരം വിളിച്ചു പറയും, അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. യഹൂദന്മാരായ ഈ അപ്പോസ്തലന്മാർക്ക് പുറജാതികളുടെ ഭവനത്തിൽ പോകാൻ ആദ്യം മടിയായിരുന്നു. അവിടെ അങ്ങനെയാണ് അവർ കുഞ്ഞിലെ പഠിച്ചത്. പുറജാതികളുടെ നാട്ടിൽ പോകാൻ പാടില്ല, അവിടെ മണ്ണി ചവിട്ടാൻ പാടില്ല, അവിടെ യാതൊന്നിലും പങ്കെടുക്കാൻ പാടില്ല. പക്ഷെ ദൈവം അത് കാണിച്ചു കൊടുത്തു. ദൈവം സകല മനുഷ്യരുടെ ദൈവമാണ്. കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലേക്ക് പത്രോസിനെ ദൈവം ആത്മാവ് നിർദ്ദേശിച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചയച്ചു. കൊർന്നേലിയോസ് വീട്ടിൽ വന്നപ്പോൾ പത്രോസ് വാ തുറന്ന് പറഞ്ഞു, ഞാൻ പണ്ട് വിചാരിച്ച് വെച്ചതുപോലെയല്ല, ഇപ്പോൾ ഞാൻ യഥാർത്ഥമായി ഗ്രഹിക്കുകയാണ്. ഓരോ സന്ദർഭത്തെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം ആദ്യത്തെ 9 വാക്യങ്ങൾ. മുഖപക്ഷമില്ലാത്ത ദൈവം ഒരു കൂട്ടായ്മയിൽ ധനവാനും ദരിദ്രനും കടന്നു വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള വിഷയം യാക്കോബ് 2-ാം അധ്യായം 1-9 പറയും. ഇപ്പം നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോഴുള്ള ചോദ്യം, നാം ഭൂമിയിൽ ആരായിരുന്നു? ഒരു വീരനായകൻ, വലിയ ക്യാപ്റ്റനായിരുന്നു, വലിയ സെലിബ്രിറ്റി ആയിരുന്നു, ലോകം അംഗീകരിച്ച ഒരു പ്രധാനപ്പെട്ട മഹത് വ്യക്തിയായിരുന്നു. ഇതൊന്നും ദൈവത്തിൽ വിലയില്ല. ഇതൊന്നുമല്ല നമ്മൾ ചോദിക്കുന്നത്. ന്യായവിധിയിൽ ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിനക്ക് ലഭിച്ച ജീവിതം കൊണ്ട് നീ എന്ത് ചെയ്തു? നിൻ്റെ ജീവിതത്തെ നീ എങ്ങനെ കൈകാര്യം ചെയ്തു? നിനക്കൊരു ജീവിതം തന്നു, നിനക്ക് ഞാൻ ഭൂമി ജനിപ്പിച്ചു, ആ ജീവിതം കൊണ്ട് നീ എന്ത് ചെയ്തു? ഇതാണ് ന്യായവിധിയിൽ നാം നേരിടേണ്ടി വരുന്ന ചോദ്യം. മറക്കരുത് ഈ ചോദ്യം. എനിക്ക് ലഭിച്ച ജീവിതം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ജീവൻ തന്ന ദൈവത്തിന് വേണ്ടി ജീവിതം കൊണ്ട് ഞാൻ എങ്ങനെ ശുശ്രൂഷിച്ചു? മത്തായി 25-ാം അധ്യായം 1-46 ഞാൻ വിശന്നിരുന്നു, നിങ്ങളെനിക്ക് ആഹാരം തന്നില്ല. ഞാൻ തടവിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ കാണാൻ വന്നില്ല. നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടായോ? 13-ാമത് നമ്മൾ ചിന്തിച്ചാരംഭിക്കുന്ന ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ അവതരിപ്പിക്കാം. ന്യായവിധിയുടെ മറ്റൊരു തത്വം സാർവലൗകികമാണ് ന്യായവിധി. റോമലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വാക്യങ്ങളിൽ പറയുന്നതാണ്, ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവിടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു, അവിടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതെ കാണിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ആഴങ്ങളുള്ളൊരു വേദഭാഗങ്ങളാണ്. തുടർന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ചിന്തിക്കാം. ചിരികൾ പറയാം. ഒരു മനുഷ്യനും യഹൂദനാകട്ടെ പ്രജാതികളാകട്ടെ ഏതെങ്കിലും തരത്തിലുള്ള നിയമമില്ലാതെ ഭൂമിയിൽ ജീവിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള നിയമത്തിന് മനുഷ്യർ കീഴ്പ്പെട്ട് ജീവിക്കുകയാണ്. ലേവ്യ പുസ്തകം അതിൻ്റെ 18-ാം അധ്യായം, ലേവ്യ പുസ്തകത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം ലേവ്യ പുസ്തകത്തിൽ മോശയിലൂടെ എഴുതപ്പെട്ടു. എന്താണ് മോശ പറഞ്ഞത്? ലേവ്യ 18:5, ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും, ഞാൻ യഹോവയാകുന്നു. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. 147-ാം സങ്കീർത്തനത്തിൻ്റെ 19-20 വാക്യങ്ങൾ. 147-ാം സങ്കീർത്തനം എൻ്റെ 19-20 വാക്യങ്ങൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അവൻ യാക്കോബിന് തൻ്റെ വചനവും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അവൻ യാതൊരു ജാതിക്കും അങ്ങനെ ചെയ്തിട്ടില്ല, അവൻ്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. ദൈവം തൻ്റെ ജനത്തിന് തന്നെ വിധികളും ന്യായങ്ങളും വെളിപ്പെടുത്തുകയാണ്. റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-14 വാക്യങ്ങളിലും
പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുകയുണ്ടായി, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏതും തോട്ടത്തിൽ വെച്ചൊരു നിയമമുണ്ടായിരുന്നു, ആ വൃക്ഷത്തിലെ ഫലം തിന്നരുത്. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പം ഒരു മനുഷ്യനും നിയമമില്ലാത്തവരല്ല. നമ്മുടെ മുഖം നോക്കിയല്ല ദൈവം ഇടപെടുന്നത്. നമ്മുടെ ഭംഗി എത്രയുണ്ട്, സൗന്ദര്യം എത്രയുണ്ട്, മുഖഭാവം എത്രയുണ്ട്, അങ്ങനെ ദൈവം ഒരിക്കലും നോക്കുന്നില്ല. മനുഷ്യ നിലയിൽ നാം പലപ്പോഴും മറ്റുള്ളവരെ കാണുന്നതും അംഗീകരിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അവിടെ കാഴ്ചയ്ക്കനുസരിച്ചാണ്, മുഖഭാവമനുസരിച്ചാണ്, സൗന്ദര്യമനുസരിച്ചാണ്. കാണാൻ കൊള്ളാത്തതുകൊണ്ട് പലരെയും നമ്മൾ തള്ളിക്കളയാറുണ്ട്, അവരെ പിന്നിലേക്ക് മാറ്റി നിർത്താറുണ്ട്, അവരുടെ ബാഹ്യമായ മുഖഭാവമനുസരിച്ച്. ശമൂവേൽ ദാവീദിനെ തിരഞ്ഞെടുക്കാൻ യിശയ്യായുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പോലും ദൈവം പറഞ്ഞു, നിൻ്റെ അവൻ്റെ മുഖവും പൊക്കവും നോക്കരുത്. പ്രവാചകന് പോലും തെറ്റിപ്പോയി. ദൈവം നോക്കിയത് ഹൃദയത്തെയാണെന്ന് കണ്ടു. പലപ്പോഴും ന്യായവിധിയിൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പക്ഷം പിടിക്കാറുണ്ട്, ചിലരോട് കഠിനമായി ഇടപെടാറുണ്ട്. അതേ തെറ്റ് ചെയ്ത് ചിലരോട് മൃദുവായി ഇടപെടാറുണ്ട്, അവരുടെ മുഖഭാവമനുസരിച്ച്. പക്ഷെ ദൈവം ഒരിക്കലും മുഖപക്ഷം കാണിക്കില്ല. ആവർത്തന പുസ്തകത്തിൻ്റെ 10-ാം അധ്യായം, ആവർത്തന പുസ്തകത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് മോശെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദിദേവവും കർത്താതി കർത്താവും വല്ലഭനും ഭയങ്കരമായ മഹാദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നതുമില്ല. മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നില്ല. അതാണ് നമ്മുടെ ദൈവം. രണ്ട് ദിനവൃത്താന്തത്തിൻ്റെ 19-ാം അധ്യായം, 19-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. അവിടെ പറയുന്നു, 19 7-ാം വാക്യം, ആകയാൽ യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ, സൂക്ഷിച്ച് പ്രവർത്തിച്ചുകൊള്ളിൻ. നമ്മുടെ ദൈവം യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ. ദൈവത്തിന് മുമ്പിൽ നമ്മുടെ കൈക്കൂലി കൊണ്ടോ മുഖം കാണിച്ചിട്ടോ മുഖം മൂടി പിടിപ്പിച്ചിട്ടോ ദൈവം നമുക്ക് സ്വാധീനിക്കാൻ പറ്റില്ല. ഇതാണ് പ്രവൃത്തികൾ 10-34-35 കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ വെച്ച് പത്രോസ് പറഞ്ഞത്. ചില മനുഷ്യരുടെ ധാരണ ദൈവം അവസാനം എല്ലാ ഇസ്രായേലിനെയും രക്ഷിക്കുമെന്നാണ്. റോമർ 11-26 എടുത്തുകൊണ്ട് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അവസാനം സകല ഇസ്രായേലും രക്ഷിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെ സകല പുറജാതികൾ രക്ഷിക്കപ്പെടണം. ദൈവത്തിന് മുഖപക്ഷമില്ല. ഒരു കൂട്ടരെ മാത്രം ദൈവം രക്ഷിക്കില്ല, മുഖം നോക്കി. ദൈവം തൻ്റെ സുവിശേഷം അനുസരിക്കുന്നവരെ മാത്രമേ രക്ഷയിലേക്ക് ആനയിക്കൂ. കൂടുതൽ വിഷയങ്ങൾ നമ്മൾ അടുത്ത പാഠത്തിൽ പഠിക്കാം. ഇപ്പം ന്യായവിധി ഒഴിവാക്കാൻ പറ്റില്ല, നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി, ഇത് നിശ്ചയമാണ്. ഓടി വിളിക്കാൻ പറ്റില്ല, ദൈവത്തെ കൈക്കൂലെടുത്ത് സ്വാധീനിക്കാൻ പറ്റില്ല, സത്യം മൂടി വയ്ക്കാൻ പറ്റില്ല, ചെയ്ത് തെറ്റ് മറച്ചു വയ്ക്കാൻ പറ്റില്ല. എല്ലാം ദൈവം നഗ്നവും മലർന്നുമായി അവൻ്റെ മുമ്പിലിരിക്കുന്നു. ആ ദൈവത്തിന് മുമ്പിലാണ് നമുക്ക് ഇടപെടേണ്ടത്, പോയി നിൽക്കേണ്ടത്, അവനുമായിട്ടുള്ള നമുക്ക് കാര്യമുള്ളത്. ഈ ഭൂമിയിലെ യാത്രയിൽ വെച്ച് തന്നെ, ജീവിതകാലത്ത് തന്നെ നമ്മുടെ ജീവിതം ക്രമീകരിക്കുക. മറഞ്ഞിരിക്കുന്ന ദൈവമേ വെളിപ്പെടുത്തുവാൻ പറയുക, പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മുടെ തിന്മകളും തെറ്റുകളും ദൈവം കാണിച്ചു തരുമ്പോൾ അത് എൻ്റേതാണ്, ഇത് ഞാൻ തന്നെയാണ് എന്ന് സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുക. പിന്നെ അതിലേക്ക് തിരികെ പോകാതിരിക്കാൻ തീരുമാനമെടുക്കുക. ദൈവം നമ്മളെ സഹായിക്കും. ന്യായവിധി സത്യമാണ്, അത് വരുന്നു. ദൈവം കർത്താവ് യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അത് ഉറപ്പായി നമുക്ക് നൽകി തന്നിരിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുങ്ങാം ആ ദിവസത്തിനായി. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. താങ്ക് യു.